ഇയാൾക്ക് ഒരു കോടീശ്വരന്റെ ഡയറി കിട്ടുകയാണ്. അതിൽ എങ്ങനെ പണക്കാരനാകാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് പണക്കാരനാകാമെന്ന് ഇവൻ ചിന്തിക്കുന്നു. ആദ്യത്തെ വരി വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: കള്ളം പറയാൻ പഠിക്കണം. ഇത് ശരിയാവില്ല എന്ന് കരുതി അവൻ ആ ഡയറി മേശയ്ക്കകത്ത് വെച്ച് പൂട്ടി. അപ്പോൾ അവന്റെ മാമി കരഞ്ഞുകൊണ്ട് അവിടെ വരുന്നു. മാമൻ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. മരിക്കുന്നതിന് മുമ്പ് 1,00,000 രൂപ മാമൻ എവിടെ കൊണ്ടുവച്ചു എന്ന് പറയുന്നു. ഉടനെ തന്നെ അവൻ പറയുന്നു മാമൻ കുറച്ച് പൈസ തന്നു എന്ന് പറഞ്ഞ് അവൻ നേരെ വീടിനകത്ത് കയറിപ്പോകുന്നു. അപ്പോൾ മേശ തുറക്കുമ്പോൾ അവൻ ആ ഡയറി കാണുന്നു. കള്ളം പറയാൻ പഠിക്കണം. സത്യത്തിൽ മാമൻ 1,00,000 രൂപ ഇവന്റെ കയ്യിലായിരുന്നു കൊടുത്തത്. അവൻ ഉടനെ തന്നെ 500 രൂപ എടുത്തിട്ട് മാമിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു മാമൻ ഇത്രയേ തന്നുള്ളൂ എന്ന് പറയുന്നു. മാമിയും അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നു. അവൻ ഡയറി എടുത്ത് അടുത്ത വരി പഠിക്കുന്നു. മറ്റുള്ളവരെ പൊക്കി പറഞ്ഞ് അവരിൽ നിന്നും ആദായം ഉണ്ടാക്കാൻ പഠിക്കണം. അന്ന് അവൻ നേരെ ഓഫീസിൽ ചെന്നിട്ട് അവന്റെ സൂപ്പർവൈസറെ ഒന്ന് പൊക്കി അടിക്കുന്നു. സാറിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് നല്ല വില കൂടിയ വാച്ചാണല്ലോ, സാറിന് മാത്രമേ ഇത് വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ആ സൂപ്പർവൈസർ പറഞ്ഞത് ഇങ്ങനെയാണ്: നീയൊക്കെ ഒരു 100 ജന്മം ജോലി ചെയ്തിരുന്നാലും ഇങ്ങനത്തെ ഒരു വാച്ച് വാങ്ങിക്കാൻ പറ്റില്ല. ഇതവന് വല്ലാത്തൊരു നാണക്കേടാവുന്നു. അവൻ വീണ്ടും ഡയറി എടുത്ത് വായിക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നരിയെ പിടിക്കാൻ പുലിയെ ഉപയോഗിക്കുക. ആ സമയം അവിടുത്തെ മേലുദ്യോഗസ്ഥൻ അവിടെ വന്നിരുന്നു. ഉടനെ തന്നെ അവൻ നേരെ സൂപ്പർവൈസറുടെ റൂമിലോട്ട് പോയി. സാറിന്റെ കയ്യിൽ കിടക്കുന്നത് പോലത്തെ ഒരു വാച്ച് എനിക്കൊരിക്കൽ ബോസ് ഗിഫ്റ്റ് ആയി തന്നിരുന്നു. ആ വാച്ചാണെങ്കിൽ എന്റെ കയ്യിൽ നിന്നും കളഞ്ഞും പോയി. ഇപ്പോൾ അതേപോലത്തെ വാച്ചാണ് സാറിന്റെ കയ്യിൽ കിടക്കുന്നത്. ഇത് ബോസ് കണ്ടു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്നും സാർ പിടിച്ചു വാങ്ങിച്ചതാണെന്നേ വിചാരിക്കൂ. എന്നിട്ട് അവൻ സൂപ്പർവൈസറുടെ റൂമിന് പുറത്തിറങ്ങിയിട്ട് ശകലം ദൂരെയായി നിൽക്കുന്ന ബോസിനെ നോക്കിയിട്ട് ചോദിക്കുന്നു: സാർ സമയം എത്രയായി? ദേഷ്യം വന്ന ബോസ് അവന്റെ അടുത്ത് ചോദിക്കുന്നു: നിന്റെ വാച്ച് എവിടെ? അവൻ തിരിഞ്ഞ് സൂപ്പർവൈസറിനെ നോക്കുന്നു. സൂപ്പർവൈസർ ഉടനെ തന്നെ കയ്യിൽ കിടന്ന വാച്ച് ഊരിയും കൊടുക്കുന്നു. ആ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്തുടർന്ന് അവസാനം അവൻ ഒരു പണക്കാരനായിട്ട് തന്നെ മാറുന്നു.